ശാന്തമ്മ ഞാൻ ഇറങ്ങുക. ഇനി നിന്റെ വക. പാല് ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ശിവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ട് വരേ. ഞാൻ താമസിച്ചോ ശിവ? ഇല്ല, പൊറോട്ട തികയോന്ന സംശയം. പശോയ്ക്ക് ആള് കൂടുതലാ. ഈ പടം നല്ല ഓടുന്ന പറയുന്നത്. ഓടട്ടെ ഓടട്ടെ, പടം ഓടിയല്ലേ നമ്മുടെ കച്ചവടം ഓടൂ. അല്ലേ വാ. 2 ഡബിൾ ഓംലെറ്റ്. சிவா, நீ இந்த நெருப்பு பக்கம் நின்று நல்லா தடி இல்லையா? சும்மா வாட்ட வேணாடா, ஏன் கூட வா. சும்மா 4 காசு சம்பாதிக்கலாம். ആ കാശ് തടിക്ക് പിടിക്കില്ല ഗൗരി. ആട്ടെ, ഇന്ന് ആരുടെ തലയെടുക്കാനാ പോന്ന്? ഒരു കോള് കിടച്ചിருக்கு, കൊച്ചിക്ക് പോறோம். ഓ, എല്ലാം കൊച്ചിക്കാണല്ലോ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ കൊച്ചിയല്ലേ ഇപ്പൊ ഇവന്റെയൊക്കെ തലസ്ഥാനം. அதெல்லாம் நாங்க பாத்துக்கிறோம். கொஞ்சம் தண்ணி கொடு. ஏய், அந்த சிகரெட் எடுங்கடா. നീ ഇത് എവിടെ പോവാ? ഓംലെറ്റ് കരിഞ്ഞു പോവും. അല്ല, ആ വണ്ടിയിൽ ആരെയോ കെട്ടിയിട്ടു. നീ എന്നടാ சொல்ற? വന്ന് വേലയെ പാര്. അല്ല, ആരോ ഉണ്ട്. ശിവ വേണ്ട. പിടിടാ അവനെ. ഓടി വാ, ഓടി വാടാ. ചൊക്കലിയ വാടാ. ശിവ മര്യാദ ജീപ്പിലേതാ? ശാന്തമ്മേ, രാത്രി മുഴുവൻ സ്റ്റേഷനിലായിരുന്നു. കുറെ കടലാസിലൊക്കെ ഒപ്പിച്ചിട്ട് പുലർച്ചെയാ വിട്ടത്. അപ്പൊ ആ കുത്തുകൊണ്ടവനോ ബോസ്? അയ്യോ, അയാൾ ആശുപത്രിയിലെത്തിയില്ല. അതിനു മുമ്പ് ഈ കുട്ടിയെ തൽക്കാലം പണിക്കരേട്ടന്റെ അടുത്ത് നിർത്താൻ SI മാം പറഞ്ഞു. നീ എന്തെങ്കിലും വന്നേ? പ്രായം തികഞ്ഞ പെൺകൊച്ച്, എന്താ ഏതാണെന്ന് അറിയാനും വയ്യ. കുത്തും കേസും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ വേറെ. എന്ത് സമാധാനത്തിൽ നിർത്തിവിടാ? ഒരു കുടുംബമല്ലേ? തന്നെയല്ല, ഇവിടെ ഇവിടെ കയറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞ നാളെ ഗൗരി വടിയും വാളും ഒക്കെ ആയിട്ട് വരില്ലേ? അവന് വലിയ ശിക്ഷ കിട്ടുമെന്നാ SI മാം പറഞ്ഞത്. അവന്റെ ശല്യം ഉടനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇറങ്ങുമ്പോഴേക്കും ആ കുട്ടി ഇടാ എന്നൊക്കെ പറഞ്ഞ അവള് പാവാ പണിക്കരേട്ട. അനാഥാലയത്തിലായിരുന്നു. അതിന്റെ മാനേജർ ഒരു പെണ്ണുപിള്ള ഇവിടെ പട്ടണത്തിൽ ഒരു ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഗൗരിക്ക് വിൽക്കുകയായിരുന്നു. ആയിക്കോട്ടെ, ഇനിയിപ്പോ അറിയിച്ച ആ അനാഥാലയക്കാർ വന്ന് കൊണ്ടുപോകൊള്ളൂലേ? അവളിനി അങ്ങോട്ട് പോവില്ല, ചീത്തയാവുന്നു.
ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ആ പണിക്കരേട്ടൻ്റെ അടുത്ത് നിർത്തുന്ന കാര്യം ഇനി നമ്മളും കൂടെ കൈവിട്ട ആ കുട്ടി വല്ല... ഏതായാലും തൽക്കാലം നിൽക്കട്ടെ. അതിനുമുമ്പ് ശാന്തമ്മയോട് ചോദിക്കണ്ടായോ? ശിവ, ഓ, ഇങ്ങ് അത് തീരുമാനമായി. എന്ത്? ഉം. കുടിക്കുമോളെ. പേരെന്താ? കനകം. ഇതാ അയസയെ കണ്ടു. കനകമാണ് ഒന്നാം സാക്ഷി. 2, 3 സാക്ഷി ഞാനും ശിവനും. ഞാൻ കാരണം ഓ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്കും മോളെ. അന്നേരം ശിവൻ ഇടപെടാൻ തോന്നിയത് കനകത്തിന്റെ ഭാഗ്യം. അല്ല, അവൻ അങ്ങനെയാ. ഒരു കൊള്ളരുതായ്മയും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു കണക്കിന് പറഞ്ഞ കൊച്ചിനെ പോലെ തന്നെ അവനും. ആരുമില്ല. അമ്മയെ മോള് കഴിക്ക്. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛനും ചെരുപ്പ് തന്നാക്കുന്ന ജോലിയായിരുന്നു. മാരകമായ എന്തോ അസുഖം വന്ന് മരിച്ചു. അവനൊന്ന് കൊച്ചുകുട്ടിയാ. പിന്നെ അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഞങ്ങളൊക്കെ തന്നെയാ. ഉള്ള സൗകര്യത്തിന് ഇവിടെ ഞങ്ങളോടെ കൂടാന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. പണിയെടുത്ത് ജീവിക്കണം, ആരെയോ ആശ്രയിക്കാണ്ട് ജീവിക്കണം. അതുകൊണ്ടെന്താ, ആ ബസ് സ്റ്റാൻഡ് തന്നെയാ ഇപ്പോഴും അവൻ്റെ താവളം. കോലം നല്ല ഐശ്വര്യ. ഐശ്വര്യ, ഇത് കണി കണ്ടോണ്ട് പണിക്ക് പോണതും നല്ല ഐശ്വര്യ. പക്ഷെ എന്നും ഇങ്ങനെ കോല വിടാൻ കനക ഇവിടെ കാണുമോ? നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. പണിക്കരേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. എന്നാ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാ. ആണോ? പിന്നെ കനകത്തിനെന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ? നമ്മുടെ കടയില് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന്. കടയെന്ന് വെച്ചാൽ നമ്മുടെ തട്ടുകടയല്ലോ. നന്നായി. അതൊന്നും ഉരുട്ടിക്കൊണ്ട് പോവാൻ ഞാനും ശിവനും പെടുന്ന പാടുമല്ലോ കുട്ടിക്കറിയോ? തന്നെയല്ല, ഇതൊന്നും പെമ്പിളർക്ക് പറ്റുന്ന പണിയല്ല. അല്ലെങ്കിൽ പിന്നെ ടൗണില് എന്തുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ആ, നോക്കാം. പക്ഷേ ഇവിടുന്ന് നിത്യം പോയി വരാൻ പ്രയാസമാണ്. ഒറ്റ ബസ്സല്ലേ ഉള്ളൂ. പിന്നെ അവിടെ താമസിച്ച് ജോലി ചെയ്യാന്ന് വെച്ചാൽ അതിന് പറ്റിയ പണി കിട്ടണ്ടേ? ചുരുക്കി പറഞ്ഞാൽ താമസിക്കാനൊരു സ്ഥലവും ചെയ്യാനൊരു ജോലിയും വേണം അല്ലേ? ശരി, ഞാനൊരു ജോലി ഏർപ്പാടാക്കി തരാം. ഒരു വീട്ടുകാരിയുടെ ജോലിയാ. എന്തേ പറയണേ? എന്റെ കാര്യമല്ല ശാന്തമ്മേ, നമ്മുടെ ശിവന്റെ. എന്താ?